ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഈ റൂമിലാട്ടാ ഇന്ന് സ്റ്റേ ചെയ്താ. അപ്പോൾ ഇന്നലെ സ്റ്റേ ചെയ്തേട്ടാ. അപ്പോൾ നമ്മളെന്തായാലും രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങണേന്. അപ്പോൾ ഇവർക്ക് റൂം ഇപ്പോൾ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ഫ്രീ ആയിട്ട് വന്നാട്ടെ അവർ. അപ്പോൾ അവർക്ക് അത്യാവശ്യം എന്നാണ്. അപ്പോൾ നമ്മൾ ഒന്ന് വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങാൻ കൂടെ കേട്ടാ. ഇതിൽ ബാഗ് കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചേക്കടാ. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലെ ഇപ്പോൾ ഒരു 6 മണി കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങണേണ് 6:30. എന്തായാലും ബാഗ് സെറ്റ് ചെയ്തിട്ട് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട. പോണോയ്ക്ക് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാട്ടാ. നമ്മളെ ഇപ്പോൾ പോണോയ്ക്ക് ഒരു കടയിൽ വെള്ളം ഫില്ല് ചെയ്യാൻ കയറിട്ടാ. അപ്പോൾ അതെ ഹായ് भैया, आपका नाम क्या है? मेरा नाम लक्ष्मण लाल। लक्ष्मण लाल। अब इधर का प्रॉपर नेपाली? हाँ, नेपाली। अच्छा अच्छा अच्छा, वो कैसे हो भी? ठीक है। അപ്പോൾ നമ്മൾ പോണേക്കാണ്. അപ്പോൾ പുള്ളീനോട് വെള്ളം ഫില്ല് ചെയ്യാൻ പുള്ളി ഒരു കുപ്പി വെള്ളം എടുത്ത് തന്നു. പാവം. ഓക്കെ ടീക്ക്, താങ്ക് യു. അപ്പോൾ ഉണ്ടല്ല പുള്ളി ഇപ്പോൾ ഒരു കുപ്പി വെള്ളം എടുത്ത് തന്നിട്ടാ. ഞാൻ വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടി പോയതാണ്. വെള്ളം നല്ല മിനറൽ വാട്ടർ എടുത്ത് തന്നിട്ടാ. ഭയങ്കര സന്തോഷമുണ്ട്. നേപ്പാളിലെ ആളുകൾ ഇത്രയും സിമ്പിളാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. അത്യാവശ്യം ലേറ്റ് കാര്യമാണ് വന്നിട്ട്. ഇപ്പോൾ ഏകദേശം 7 മണി 6 ആയിട്ടുള്ളൂ കേട്ടോ. പോണേക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കണം. നമ്മളിപ്പോൾ അവിടുത്തെ ഇറങ്ങി കേട്ടാ. പക്ഷേ നേപ്പാളിലെ ആളുകൾ ഇത്രയും സിമ്പിളാണോ ഞാനത് ആലോചിക്കണം. കാരണം പിന്നെ അതേപോലെ തന്നെ ഉണ്ടല്ലോ പുള്ളി എനിക്ക് 2 ചപ്പാത്തി കിട്ടുന്നുണ്ടല്ലോ. പുള്ളിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എനിക്ക് എടുത്തത്. പിന്നെ പാല് കാഴ്ച ഇപ്പോണ്ടായിരുന്നു. അതൊരു ഗ്ലാസ് പാവം. പിന്നെ ഞാൻ പിന്നെ കുറച്ച് നേരം അവിടെ ഇന്നട്ടാ. വൈഫൈ കാരണം നമ്മൾ സിം എടുത്തിട്ടില്ല. പിന്നെ ഇവിടെയൊക്കെ ഇഷ്ടംമാതിരി വൈഫൈ ഉണ്ട്. എല്ലാ കടകളിലും എനിക്കൊന്നും എല്ലാ വീടുകളിലും ഉണ്ടെന്ന് തോന്നുന്നു വൈഫൈ. ഇവിടുത്തെ വണ്ടി ഉണ്ടില്ല, ടാക്സി ആണ് ഈ പോണ. AC ആണ്. ഇവിടെയൊക്കെ പാടമുണ്ട് കേട്ടോ. ഇതിൽ കൃഷി എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും. ഇത് പിന്നെ ആയി വരുന്നേ ഉള്ളൂ. ആയിരിക്കും. നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട്. ഞാൻ ജാക്കറ്റ് ഇട്ടേക്കാനായിട്ട് ജാക്കറ്റ് ഒരു മാറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ വൈഫൈ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ പയ്യെ ഇറങ്ങി കേട്ടോ. കാരണം വേറെ നെറ്റ്വർക്കിൻ്റെ ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിൽ സിം എടുക്കണം ഇനി. അപ്പോൾ സിമ്മിന് ഇപ്പോൾ പോണേക്ക് എവിടെയോ ഉണ്ടാവും, ഏതെങ്കിലും ഒരു കടയിൽ ഉണ്ടാവും. ഇവിടുത്തെ സിമ്മാണ് എൻസെല്ല്. വേറെ ഏതൊരു സിമ്മും കൂടി ഉണ്ടെന്നാണ് കേട്ടോ. പക്ഷേ എൻസെല്ലാണ് നല്ലതെന്നാണ് കേട്ടോ എല്ലാവരും പറഞ്ഞത്. നമ്മുടെ ഈ മാഗി ഇരിപ്പുണ്ട്, മാഗി ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ വന്നവയ്ക്ക് നമ്മുടെ സൈക്കിൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് വന്നവയ്ക്ക് മാഗി ഉണ്ടാക്കാനാണ് കഴിക്കാൻ വേണ്ടി. കാരണം എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ട്. നല്ല വിശപ്പല്ല, ചെറിയ രീതിയിൽ നമ്മൾ വന്നവയ്ക്ക് 2 ചപ്പാത്തി കഴിച്ചേട്ടാ. പിന്നെ ദേ ഇത് കണ്ടില്ലേ, ഇവിടെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ഇവിടെ ഇതില്ലേ ഈ ഒരു എന്താ പറയുക ഫോഗ് ഉണ്ട് കേട്ടോ. അത് കാരണം ഇങ്ങനെ ഇത് തന്നെ കേട്ടോ വെള്ളം പോകുന്നുണ്ട്. പിന്നെ ഇവിടേക്ക് എന്തോ കൃഷി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അവർ. കണ്ടില്ലേ ഫുള്ള് കൃഷിപ്പാടം കേട്ടോ. അപ്പോൾ വെയിൽ അത്യാവശ്യം വന്നിട്ടുണ്ട്. നേരത്തെ രാവിലെ ഭയങ്കര തണുപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളെ മാഗി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വന്നിട്ട് മാഗി ഉണ്ടാക്കണം. ഇത് നമ്മുടെ സനലേട്ടൻ മേടിച്ചു തന്ന മാഗി ഉണ്ട്. ഇത് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാലേ മാഗി ഉണ്ടായി കഴിഞ്ഞിട്ട് കാണാട്ടാ. നമ്മുടെ ഫുഡ് അങ്ങനെ റെഡി ആയിട്ട് മാഗിയാണ് അതല്ലേ ഇവിടെ നിന്ന് ഉണ്ടാക്കാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ട്. ഞാൻ ഈ കടവല്ല തല്ലിപ്പൊളിക്കലാണെന്ന് വിചാരിച്ചായിരിക്കും തോന്നുന്നത്. കാരണം ലേറ്റ് അടിക്കണമല്ല. കാരണം നമ്മൾ അങ്ങനെ ചേർന്ന ആളെടുക്കണം. ഞാൻ കാറ്റടിക്കണോണ്ടാണ് ഞാൻ അങ്ങനെ ചേർന്നിട്ടാക്കി. അപ്പോൾ ആൾക്കാരൊക്കെ അതേ ഫ്രണ്ടിലെ പോകണമെങ്കിൽ ആൾക്കാർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ നോക്കാണ്ടേട്ടാ. അപ്പോൾ എന്തായാലും മാഗി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. പിന്നെ കഴുകാനായിട്ട് പുറകിൽ വെള്ളമുണ്ട്. അപ്പോൾ അതാണ് കുഴപ്പമില്ലാട്ടാ. നമ്മളങ്ങനെ ഒരു ചായയും കൂടെ ഉണ്ടാക്കിയേട്ടാ. കട്ടൻ ചായയാണ്, പാൽ ചായ ഇല്ലാട്ടാ. അപ്പോൾ അതേ കട്ടൻ ചായയൊക്കെ ഇന്ന് കുടിക്കണം ഫീൽ വയ്ക്ക് അല്ലേ. ചായ ഇങ്ങനെ അടിച്ചിട്ട് ഈ ഒരു പാടശേഖരം ഇങ്ങനെ കണ്ട് അടിപൊളിയാട്ടാ. പാള കയറിയിട്ട് നമ്മുടെ ഫസ്റ്റ് ചായ കേട്ടാ. അതായത് നമ്മളുണ്ടാക്കിയ ഫസ്റ്റ് ചായ കേട്ടാ. അത് ഇതാണ് കട്ടൻ ചായ. ഏകദേശം 8 മണി കഴിഞ്ഞിട്ടാ. നമുക്ക് എന്തായാലും പയ്യെ ഇറങ്ങാം കേട്ടോ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. അപ്പോൾ വന്നോക്കിയത് ഇവിടെ ഒരു എനിക്ക് തോന്നുന്നു ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നതാണ്. എന്താണ് ശുക്ലഫാൻഡ നാഷണൽ പാർക്ക് കേട്ടോ. ഇതാണ് കേരള എൻട്രൻസ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മളൊരു ഫോറസ്റ്റ് റൂട്ടിൽ കൂടി ഉണ്ടാ പോണേന്ന് തോന്നുന്നത്. ഇവിടെ റെയിനോടെ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ. റെയിനോടെ കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. അതല്ലേ നമുക്ക് അവിടെ പോവാട്ടോ. ഫോട്ടോ ഈ കാഴ്ചകളാണ്. ഇതൊരു ഫോറസ്റ്റ് ആണ് കേട്ടോ. വന്ന വഴിക്ക് കടുവ റോഡ് ക്രോസ് ചെയ്യണ ഫോട്ടോയൊക്കെ രാത്രി ക്രോസ് ചെയ്യണ ഫോട്ടോയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. സൗണ്ടൊക്കെ കണ്ട് മേടിയത് എനിക്കൊന്ന് കുരങ്ങിൻ്റെ സൗണ്ടാന്ന് തോന്നുന്നു. ഇത് കണ്ടില്ലേ ഇവിടെ കടുവയുടെ ആനയുടെയൊക്കെ ഇത് വെച്ചിട്ടുണ്ട്. അതായത് ക്രോസ് ചെയ്ത് പോണ ഫോട്ടോ ഉണ്ട് അവർ ചെയ്യണ. നമ്മൾ വന്ന റൂട്ടാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ചെറിയൊരു ഫോറസ്റ്റ് ആണ്. ചെറുതല്ല, അത്യാവശ്യം വലിയൊരു ഫോറസ്റ്റ് ആണ്. അങ്ങാടെയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വന്ന വഴിക്ക് ഇത് കണ്ടുകൊണ്ട് എടുത്താൽ
പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞില്ല ബോർഡിൻ്റെ ഒന്ന് ചെയ്യണം. അപ്പോൾ ഒന്ന് കിട്ടുക നോക്കാട്ടാ. കുറേ പേര് നമ്മളോട് ചോദിച്ചു, അതാണ്. അപ്പോൾ ഒന്ന് നേപ്പാളും കൂടെ ആഡ് ചെയ്യാമെന്ന് വെച്ചിരിക്കണേട്ടാ. നമ്മളെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ബോർഡ് നെയിം മാറ്റാൻ വേണ്ടി വന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് നമ്മുടെ ബോർഡ് നാട്ടെ കേരള ടു ഓൾ ഇന്ത്യ ഉണ്ടാ. അപ്പോൾ ഇത് മാറ്റിയിട്ട് കേരള ടു ഓൾ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ അങ്ങനെ ആക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹായ് ഭയ്യ കേട്ടോ. बस ठीक है भाई ठीक है. അപ്പോൾ ആൾ പൊളിച്ചിട്ടുണ്ടിരിക്കണേട്ടാ. കാരണം നമ്മുടെ ആ ഇത് ശരിക്കും അറിയാൻ പറ്റണ്ട ചെയ്തേക്കണല്ലേ. അപ്പോൾ അതിൽ പുള്ളി വേറെ ഇത് ചെയ്തു തരാമെന്നാണ് പറഞ്ഞേക്കണം. അധികമാവില്ലെന്ന് തോന്നട്ടാ. ഞാൻ ചോദിച്ചിട്ടുണ്ട്, അധികമാവില്ലെന്നാണ് പുള്ളി പറഞ്ഞേട്ടാ. ഒരു കടയുണ്ടാ. നമ്മളിപ്പോൾ വന്നോയി കുറച്ച് കടകളിലൊക്കെ ചോദിച്ച് പിന്നെ നമുക്ക് സിം എടുക്കണം. സിമ്മില്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ അതും കൂടെ നോക്കണം കേട്ടാ. പുള്ളി ഇത് ചെയ്തിട്ടുണ്ടിരിക്കണേട്ടാ. കാരണം അത് ഒന്ന് ചൂടാക്കിയിട്ടാണ് അത് പൊളിച്ചെടുക്കാൻ വേണ്ടി. എന്തായാലും സെറ്റാക്കട്ടെ, എന്നിട്ട് നോക്കാം. ഇതേപോലെ ചൂടാക്കിയിട്ട് പെട്ടെന്ന് പൊളിഞ്ഞു വന്നിട്ടുണ്ട് അത്. നമ്മളങ്ങനെ 2 ബോർഡും ചെയ്തട്ടാ, ഫ്രണ്ടും ബാക്കും. പിന്നെ അതേപോലെ ഞാൻ ഈ ഒരു കെ മാറ്റാൻ പോണേ. കാരണം ഇതെല്ലാവരും എന്നോട് പറയുന്നത് എച്ചാണെന്നാണ് പറയുന്നത്. കാരണം കെ ആണ് ശരിക്കും ഈ ഫോണ്ടിൻ്റെയാണ്, പക്ഷെ കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നത് എച്ചായിട്ടാണ് തോന്നണം. അതൊന്ന് മാറ്റണം. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യണേ. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. കേരള ടു ഓൾ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ. അതേപോലെ തന്നെ ഫ്രണ്ടിലും ചെയ്തിട്ടോ. ഫ്രണ്ടിലും സെറ്റായിട്ടുണ്ട്. കണ്ടില്ല, ഫ്രണ്ടിലാ കെ മാറ്റി. ഇപ്പോൾ എച്ച് പോലെ എന്ന് വെച്ചാൽ ആ കെ മാറ്റിയിട്ടുണ്ട്. വേറെ കെ എന്നെ ഇത് നേപ്പാൾ. അപ്പം കൂടെ സെറ്റാക്കാട്ടോ. കാരണം ഇപ്പം ഏകദേശം സെറ്റാക്കാം. കാരണം നമ്മൾ ഒരുപാട് പേര് ചോദിക്കുന്നത് നിങ്ങൾ കേരള ടു ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞ് പിന്നെ എന്താണ് നേപ്പാളിൽ എന്നുള്ള രീതി ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കെ സെറ്റായിട്ടാ. കുറച്ച് ഡിസ്റ്റൻസ് വന്നു, എന്നാലും കുഴപ്പമില്ല, സെറ്റായിട്ടുണ്ട്. അല്ലൊന്നുമില്ല, സെറ്റാണ്. ഓക്കെ, സെറ്റ് ഓക്കെ. അങ്ങനെ നമ്മളെല്ലാം സെറ്റായിട്ടാ. കുഴപ്പമില്ല, അതില്ലല്ല. കാരണം ഫോണ്ട് വേറെയാണ്. കാരണം ഈ ഫോണ്ടിലാണ് അടിക്കണമെങ്കിൽ കെ ഇതാവും. എന്നാലും കുഴപ്പമില്ല, ഇത് മതി നമുക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് പുള്ളിയുടെ ഇത് സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. നമ്മളെ ഒരു സിം എടുത്താട്ടാ. അപ്പോൾ ഒരു മാസത്തെ എടുത്താൽ ഏകദേശം 1300 സിമ്മിനും റീചാർജും കൂടെ നേപ്പാളി റുപ്പിയ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 800 സംതിങ് എന്തോ ആയി തോന്നിട്ടാ. കുറച്ച് റേറ്റ് കൂടുതലാന്ന് തോന്നുന്നു ഒരു മാസത്തേക്ക്. വേറെ റീചാർജ് ചെയ്യാൻ നോക്കി, ഒന്നും ആയില്ല. റീചാർജ് ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ. നമ്മുടെ അവിടെ 3 മാസത്തേക്ക് ആ ഒരു റേറ്റ് വരുള്ളൂ, 700 സംതിങ് ഒക്കെ ആണെങ്കിലും. ഇത് ഒരു മാസത്തേക്കുള്ളൂ കേട്ടോ. കുറച്ച് എക്സ്പെൻസായിട്ട് തോന്നി. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്കൊരു സിം ആവശ്യമുണ്ട്. പിന്നെ എപ്പോഴെപ്പോഴും നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. ഞാൻ നോക്കി. പിന്നെ ഉള്ളത് ഒരാഴ്ചത്തെ 200 സംതിങ് വരും. അപ്പോഴത്തേക്കും ആയില്ലേ ഏകദേശം. അപ്പോഴത്തേക്കും ആയി ആ ഒരു പൈസ ആയിട്ടാ. അപ്പം അതിന് വരെ അതായിരിക്കും നല്ലത്. ഇപ്പം നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിത് ജാക്കറ്റൊക്കെ ഒരു മാറ്റി സൈക്കിളിൽ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ റൂട്ട്. അത്യാവശ്യം വെയിലുണ്ട്. ഇനിയിപ്പോൾ രാത്രിയൊക്കെ ഉണ്ട് അത്യാവശ്യം തണുപ്പ് കാര്യങ്ങൾ തന്നെ ഇവിടെ. രാത്രിയും പിന്നെ രാവിലെ ഉണ്ടാവും കേട്ടോ തണുപ്പ്. പിന്നിപ്പോൾ നമ്മളിനി കയറി പോകാൻ പോണ സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. തണുപ്പുണ്ടാവുന്നല്ല. നമ്മൾ വന്നോയ്ക്ക് വീണ്ടും മാഗി ഉണ്ടാക്കിയ. വേറെ ഒന്നും ഉണ്ടാക്കാൻ സാധനങ്ങൾ മേടിച്ചിട്ടില്ല. പച്ചക്കറി എന്തെങ്കിലും മേടിക്കാം. അപ്പോൾ തൽക്കാലം മാഗി ഉണ്ടാക്കിയിട്ടാണ്. ഇതൊരു തണൽ മരം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയത്. അവിടേക്ക് ഒരു ചെറിയ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. മുമ്പിൽ ഹൈവേ ഉണ്ടാ. പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് പോണ വഴിയാണ്. അപ്പോൾ എന്തായാലും മാഗി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടാ. അരി ഇരിപ്പുണ്ട്, സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ ഇനി പോകണമെങ്കിൽ എന്തെങ്കിലും മേടിക്കാട്ടോ. നമ്മളെ ഫുഡൊക്കെ കഴിച്ച് വന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സ്ഥലം കണ്ടില്ല. നമ്മളിവിടെ ഇത്ര നേരം ഈ ഒരു മരത്തിൻ്റെ ഒരു ഇതിൽ ഇരുന്ന് റെസ്റ്റ് ചെയ്യണമായിരുന്നു കേട്ടോ. നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പേര് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയെന്ന് ഞാൻ പറയുന്നത്. കേരള ടു ഓൾ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ. അൽഹംദുലില്ലാ ഭൂട്ടാനും കൂടെ എനിക്കൊന്ന് പോകാൻ പറ്റിയാണെങ്കിലുണ്ടല്ലോ സെറ്റാറുന്നതിന്. കാരണം
അൽഹംദുലില്ലാ നമ്മളങ്ങനെ നേപ്പാളെത്തി. അപ്പോൾ അത് വലിയ സന്തോഷം തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഭൂട്ടാനും കൂടെ ഒന്ന് പോകാൻ പറ്റിയാർന്നെങ്കിൽ കൊള്ളാറ്. കാരണം ഭൂട്ടാൻ എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഭൂട്ടാനിൽ കയറണതിൻ്റെ എന്തോ വിസ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ള, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ പറ്റുമെങ്കിൽ ഇൻഷാല്ലാ നമ്മൾ ഭൂട്ടാൻ കയറും. ഇനിയിപ്പോൾ നമ്മളിവിടെ കുറേ സ്ഥലങ്ങൾ കറങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും മാക്സിമം നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി സ്ഥലമുണ്ട്, ഇതൊരു ഫോറസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇത്ര നേരം ഇരുന്ന് വെച്ചേട്ടാ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. ഇപ്പോൾ വൻ്റെ വഴിക്ക് ഇവിടെയൊക്കെ കനാലുണ്ട് കേട്ടോ, പക്ഷെ വെള്ളം കുറവാണ് കേട്ടോ. കണ്ടില്ലേ, വെള്ളം വറ്റിക്കണം. അവിടെ കൂടെ ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ടോ. അപ്പോൾ അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ രാത്രിയൊക്കെ തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. മുമ്പൊക്കെ അങ്ങനെ കയറി കാണാൻ പറ്റിയ കാഴ്ചകളൊന്നുമില്ല, അല്ലെങ്കിൽ കയറി ഒന്ന് കാണാതെ നമ്മളെ ഇപ്പോൾ നേപ്പാളിലായിട്ടുള്ളത്. അപ്പോൾ വന്ന വഴിക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ആളും കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ്. ഹായ്, आपका नाम क्या है? My name is Janish. क्या? Janish. आप केरला काम किया था? केरला से? केरला त्रिशूल में मैं चाइनीज और इंडियन का काम किया. त्रिशूल में? अभी तुमको इधर आएगा देखे पूरा इतना लॉन्ग टाइम. अच्छा. मैं एकदम खुद पे नहीं कर पा रहा. अच्छा, छुट्टी में आएगा? छुट्टी में है 1 month. अच्छा, और वापस आएगा. आपका नाम क्या है ब्रो? दिल सौ। आप केरला गए थे? आप? नहीं, मैं बैंगलोर। अच्छा, काम किया था बैंगलोर में? काम का चाइनीज. अच्छा वो बैंगलोर में मैजिस्टिक से थोड़ा जयनगर. अच्छा जयनगर से उधर रहते हैं. ഓ നൈസ്. നമ്മൾ വന്നൊഴിക്കാണ്ട ഇവരെ കണ്ട. അപ്പോൾ ഇവർ വന്ന് നിർത്തി. ഇവർ ഇവിടെ നമ്മുടെ കേരളത്തിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ വെച്ച് കാണാൻ പറ്റിയൊരു സന്തോഷം. Okay, see you. Nice to meet you. Happy journey. All of travel good. Okay. Okay. So nice Nepal. I love Kerala. Oh, thank you. I love India. हम पड़ोसी है, सब लोग अच्छे से. ഓക്കെ, ടീക്ക്. നമ്മൾ വന്ന വഴിക്ക് ഇവിടെ കണ്ടില്ല മഞ്ഞപ്പൂക്കൾ. ശരിക്കും ഇത് എന്താണെന്ന് അറിയാം, ഇത് എല്ലായിടത്തും ഉണ്ട്. ഇപ്പുറത്ത് കണ്ടില്ലേ, ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, പിന്നെ ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഫുള്ള് ഇതിൻ്റെ പലയിടത്തും ഏക്കർ കണക്കിനാണ് ഇതിൻ്റെ ഇത്. കാരണം ഇത് ഓയിൽ ഉണ്ടാക്കണ ഇതാണ് കേട്ടോ. അതായത് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കണ ഓയിൽ ഉണ്ടാക്കണ സാധനം എന്നാണ് പറഞ്ഞപ്പോൾ ഇത് വെച്ച് ഓയിൽ ഉണ്ടാക്കും എന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് മഞ്ഞപ്പൂക്കൾ ഇതിലൊരു ഇതുണ്ട്, അത് വെച്ചാണ് ഓയിൽ ഉണ്ടാക്കണേന്നായിട്ട് അവർ പറഞ്ഞത്. നല്ല അടിപൊളിയാണ്. ഏകദേശം ഇരുട്ടി തുടങ്ങി. നമ്മൾ പോണ വഴിക്ക് ആംബുലൻസാണ് ഓണടിച്ച. അപ്പോൾ പോണ വഴിക്ക് ഒരു കോൺഫിഡൻസ് പറഞ്ഞാൽ അവർ നോക്കി ചിരിക്കണം. എന്താ പറയുമ്പോൾ പോണേക്ക് താമസിക്കാനുള്ള സെറ്റപ്പ് എന്തെങ്കിലും നോക്കണം. ടെൻ്റ് അടിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. നമ്മളെ ഇപ്പോൾ പോണോയ്ക്ക് ഒരു പുള്ളീനെ കണ്ടിട്ടാ. അപ്പോൾ ആൾ ഇവിടെ ടീച്ചറാണ്. ഹായ് ഭയ്യ, आपका नाम क्या है? मेरा नाम अरविंद्र देवगा है. आप किधर का है? नेपाल धनगढ़ी से हूँ. अच्छा. तो मैंने वहाँ को देखा साइकिल में आते हुए मोबाइल के लाइट से. मैंने सोचा केरला से आए हुए, अभी तो बहुत डिफिकल्टी है रास्ता, तो कहाँ पे ठहरेंगे. मेरे को क्यूरियोसिटी हुआ था, उसलिए रोक के मैंने बात किया. तो अभी आके भाई के साथ बैठे हैं अभी. अच्छा, आप क्या करता हो इधर? मैं यहाँ पे टीचिंग करता हूँ 9 to 12 ISCAG एग्रीकल्चर स्टूडेंट. 9 to 12. हाँ 9 to 12. अच्छा. അപ്പോൾ നമ്മൾ വന്നോയ്ക്ക് ആളെ ഇൻവൈറ്റ് ചെയ്തിട്ടാ ഫുഡ് കഴിക്കാൻ വേണ്ടി. आप नहीं गए? नहीं, मैं नहीं खाऊंगा. मेरा रूम यहीं के पीछे है. मैंने अभी वो महेंद्र जहाँ से आप आए थे ना, महेंद्र नगर. वो इधर से बहुत दूर है ना महेंद्र नगर? हाँ, 35-40 किलोमीटर. अच्छा. हमने वहीं पे ब्रेकफास्ट करके आए थे. अच्छा. आप केरला मूवीज देखती है आप? नेपाल में सबसे ज़्यादा बॉलीवुड क्या बोलते हैं, नॉर्थ मूवी से ज़्यादा यहाँ पे साउथ मूवी बहुत चलती है. अच्छा, आप कौन सा मूवी देखे? अभी रिसेंटली तो देखा मैंने ग्रेटेस्ट ऑफ ऑल टाइम्स विजय थालापति का. अच्छा, ये तमिल का. मलयालम में क्या देखा? मलयालम में तो बहुत देखा है मैंने. आपका फेवरेट एक्टर क्या है? फेवरेट मेरे को 4 है. फहद फासिल है, दलकर सलमान है, मामूती है, अच्छा. और बहुत सारे. अब कन्नड़ा के भी हीरो बहुत सारे हैं. अच्छा. सुदीप किच्चा हुआ, और वो रॉकी क्या बोलते हैं उसको, यश हो गया. और आप देखे ना ये KGF 1 and 2 बहुत देखे हमने. अच्छा. और उसके बाद तमिल में भी बहुत सारे हैं, जैसे रामचरण, NTR, जूनियर NTR. तेलंगी ये भी अल्लू अर्जुन मालूम है इनकी मूवी पुष्पा 2 आने वाला है. अब ब्लॉकबस्टर होगा. फहद भी 2-3 दिन के लिए टिकट ही नहीं मिलेगा वहाँ पे. बहुत जैसे विक्रम में है ना वो क्या बोलते हैं उसको, कमल हासन.
वो भी हुआ कमल हसन अभी कम- हासिल और उसमें बहुत अच्छा था वो അച്ഛാ ഓക്കെ. അപ്പം നമ്മളെ പുള്ളീനെ കണ്ടതിൽ സന്തോഷം. കാരണം പുള്ളി കുറേ മലയാളം പടങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളോടൊക്കെ ഭയങ്കര ഇഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് നമ്മുടെ നാട്ടുകാരോടൊക്കെ. അപ്പം എന്തായാലും നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പുള്ളിയോട് യാത്ര കേട്ടോ. ഓക്കെ, ये ठंडा हो जाएगा കണ്ടാവുക. ഓക്കെ ഓക്കെ. നമ്മൾ ഇപ്പോൾ വന്നോയ്ക്ക് പുള്ളി നമ്മളെ ടെൻ്റ് അടിക്കാൻ ഒരു സ്ഥലം സെറ്റായി പോണോയ്ക്ക് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. പക്ഷേ അതായത് ഒരു ലേക്കിൻ്റെ അടുത്താണ്. അപ്പോൾ പുള്ളി പറഞ്ഞാൽ അങ്ങോട്ട് പോകണ്ട, പുള്ളി റൂം എടുത്തരാന്ന് പറഞ്ഞ് റൂം എടുത്ത് തന്നിട്ട് പാവം. ഞാൻ ഇങ്ങനെ നന്ദി പറയാനാണെന്ന് അറിയില്ല. പക്ഷേ പുള്ളി എനിക്ക് ഭക്ഷണം മേടിച്ചെന്ന് റൂം സെറ്റ് ചെയ്തെന്ന് ആള് വേറെ പോകലാട്ടാ. അറിയാം ഇവിടെ പോണേക്ക് ഒരു ലേക്ക് ഉണ്ട്, അതിൻ്റെ അവിടെ ടെൻ്റ് അടിക്കാൻ സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മളോട് വന്നോയ്ക്ക് കുറച്ച് പേരോട് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ഇവിടുന്ന് ഏകദേശം 5 കിലോമീറ്റർ ഉള്ളൂ. എന്നപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് തരുന്നേട്ടാ. സത്യം പറഞ്ഞാൽ പുള്ളി എന്നോട് പറഞ്ഞ് അങ്ങോട്ട് പോകണ്ട, ടെൻ്റ് അടിക്കണ്ട, ഇവിടെ റൂം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് പുള്ളി തന്നെ പൈസയൊക്കെ കൊടുത്ത് പാവം. ഹായ് നാണം. അപ്പോൾ ഞാൻ ജസ്റ്റ് പുള്ളിനോട് ഒന്ന് യാത്രയും പറയാം, പിന്നെ അതേപോലെ നമുക്ക് ടാക്സ് കാര്യങ്ങളൊക്കെ പറയാം. പുള്ളി കോളിലാണ് നോക്കട്ടെ. കാരണം നമ്മുടെ സൈക്കിൾ പോയി കേരള ടു ഓൾ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ. ഓക്കെ, താങ്ക് യു. കാരണം പുള്ളി നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടാ, ഭക്ഷണത്തിനാണെങ്കിലും പിന്നെ അതേപോലെ താമസത്തിനായാലും. ഓക്കെ, താങ്ക് യു. നമുക്ക് നേരത്തെ മറ്റേ പുള്ളി ഭക്ഷണത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടാകുന്നട്ടാ. അപ്പോൾ അതേ ഭക്ഷണം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ദാലുണ്ട് കേട്ടോ. ദാലുള്ളത് എന്തൊരു കറിയാണ്, എന്തറിയത് ഇറച്ചി എന്തോന്ന് തോന്നുന്നുട്ടോ. പിന്നെ ചിക്കൻ കറിയാന്ന് തോന്നുന്നു, പിന്നെ റൈസ്, പിന്നെ അത് സലാഡ്, അച്ചാറ്, പിന്നെ ഒരു ചട്നിയാണ് കേട്ടോ. കാരണം പുള്ളി പറഞ്ഞ കേട്ടാ ഇപ്പോൾ ഇത്ര പേര് നമ്മുടെ സൈക്കിളിൻ്റെ അടുത്ത് അടിയിൽ ഇങ്ങനെ വന്നിങ്ങനെ ആ ഫോണൊക്കെ യൂസ് ചെയ്യട്ടെ. കാരണം ഇവിടെ വൈഫൈ ഉണ്ട്, പിന്നെ ഓൾറെഡി നമ്മുടെ കയ്യിൽ നെറ്റ് ഉള്ളതാണ്. പക്ഷേ ജസ്റ്റ് ഇവിടെ റിലാക്സ് ചെയ്യാൻ നിന്നിട്ടാ. റൂമിൽ നിന്നിട്ട് എന്തോ ഒറ്റപ്പെട്ട പോലെ. അപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ ഉണ്ട്, അവരോടൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുന്നത്. അവരിപ്പോൾ പോയിട്ടല്ലേ ഒരു വീഡിയോ കാണിക്കാമെന്ന് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ റൂം കാണിച്ചു തരാം കേട്ടോ. മുറി അങ്ങനത്തെ റൂമാണെന്ന്. കാരണം നമുക്കത് കിട്ടിയല്ല, അതിൽ വളരെ സന്തോഷം. ഇതാണ് നമ്മുടെ റൂം, ഒരു ചെറിയ റൂമാണ്. പിന്നെ ബാത്റൂം ഉണ്ട്, ബാത്റൂം കണക്കാണ് കുറച്ച്, അതെല്ലാം കാണിക്കാറ്റേട്ടാ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പുള്ളി എടുത്തു തന്നല്ല, എന്നാലും സന്തോഷമുള്ള കേട്ടോ. പുള്ളീനോട് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അടിയില്ലേ അടിപൊളിയാട്ടോ. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല. നമ്മൾ വന്നിട്ട് 2 ദിവസമേ ഉള്ളൂ. ഇന്നലെ നമുക്ക് ഒരാൾ റൂം വന്ന്, ഇന്നൊരു റൂം വന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ടെൻ്റ് അടിക്കാലാന്ന് വിചാരിച്ച് ഇങ്ങനെയായിരുന്നു. പക്ഷേ എന്തോ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടിയ റൂമായിട്ട്. എന്തായാലും അൽഹംദുലില്ലാ സന്തോഷം. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതാട്ടാ. അപ്പോൾ നാളെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യണത്. കാരണം ഇനിയിപ്പോൾ ഇവിടുന്ന് കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് പോണ റൂട്ട് എന്ന് പറയുന്നത് ഫോറസ്റ്റ് റൂട്ടാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് പോകണം. അപ്പോൾ എന്തായാലും നാളെ ചിലപ്പോഴേ വ്ളോഗ് ഉണ്ടാവുള്ളൂ. കാരണം വെറുതെ പോകണം മാത്രം ഇട്ടിട്ട് കാര്യമില്ലല്ലോ. നോക്കട്ടെ, നല്ല എന്തെങ്കിലും വീഡിയോസ് കാണിക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം കൊണ്ടുവരാട്ടാ. ഇന്നൊരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ റൂം കാര്യങ്ങളൊക്കെ സെറ്റാട്ടാ. അപ്പോൾ എന്തായാലും ഒരടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് കേട്ടോ. വീഡിയോ കാണാൻ എല്ലാവരും ഒന്ന് വീഡിയോ അതേപോലെ എല്ലാവരും മാക്സിമം ഒന്ന് കാണാൻ നോക്കുക. അതേപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.